ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. എല്ലാവരും കമൻസിലിടുക എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന്. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച് ഓരോ ദിവസവും ഭഗവാന്റെ ഒരുപാട് ലീലകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും അത് കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുന്നു, ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ ശക്തമാകുന്നു. അതിലൂടെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഭൗതികതയിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയും. പിന്നെ ഗർഗഭാഗവത്തിൽ നിന്നാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഞാൻ എല്ലാ സത്സംഗങ്ങളിലും പറയുന്നത് പോലെ ഭാഗവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭഗവാന്റെ ലീലകളെക്കുറിച്ചുള്ള അറിവ്, അത് കൂടാതെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗർഗഭാഗവത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതിലൂടെ ഭാഗവത്തെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും ഈ ചർച്ചകൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നലെ നമ്മൾ ശകടാസുര മോക്ഷവും തൃണാവർത്ത മോക്ഷവും പഠിച്ചു. ശകടാസുരൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു, തൃണാവർത്തൻ ആരായിരുന്നു എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ത് ലീലകളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലജഗന്നാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ ദാമോദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ ദാമോദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീവാസവാനുവേ ദേവി ദേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതാവസിദ്ധാന്തദണ്ഡഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രണമ്രസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാഭിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബുജോ രാധാമദരമോഹ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭിः सेव्यमानो स्मरामि. श्रीमण्डासरसारम्भी वंशीभरत्तरस्थिता कर्षन् वेणुस्मरेण गोप्य गोपीनाथश्रीस्तुना. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे राम 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 हरे हरे। हरे कृष्ण 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 हरे राम राम हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം। ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. ഭഗവാൻ യശോദാമ്മയ്ക്ക് വിശ്വരൂപം ഇങ്ങനെ കാണിച്ചു. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തിരുവായുടെ ഉള്ളിൽ തന്നെ എങ്ങനെ കണ്ടു എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിനെക്കുറിച്ച് നാരദ മഹർഷി പറയുന്നു, യശോദാമ്മ ഒരിക്കൽ ഭഗവാനെ അതിസുന്ദരമായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ കണ്ണിലൊക്കെ കൺമഷി ഒക്കെ പുരട്ടി, എന്നിട്ട് ഇത് പഠിച്ചു. എന്നിട്ട് അതിസുന്ദരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. നല്ലൊരു വസ്ത്രമൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഭഗവാനെ. എന്നിട്ട് ഭഗവാനെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മാതൃ സ്നേഹം കൊണ്ട്, ആ ഒരു യശോദാമ്മയെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്ന് പറയുന്നത് സ്വന്തം മകനാണല്ലോ. അന്നേരം ആ ഒരു മാതൃസ്നേഹം കൊണ്ട് യശോദാമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഭഗവാൻ കൊച്ചുകുട്ടിയെപ്പോലെ തന്നെ വളരെ ചഞ്ചലനായിട്ട് കണ്ടപ്പെട്ടു. അടങ്ങി ഒതുങ്ങി കിടക്കുന്നില്ല. അങ്ങോട്ട് തിരിയുന്നു, ഇടയ്ക്ക് ചിരിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ കാലിലെ തള്ളവിരലൊക്കെ വായിക്കകത്ത് ഇങ്ങനെ കടിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ കഴുത്തിലുള്ള സിംഹത്തിൻ്റെ നഖത്തിൻ്റെ ആ ലോക്കറ്റ് തിളങ്ങുന്നു. അന്നേരം ഭഗവാന്റെ കഴുത്തിൽ സിംഹത്തിൻ്റെ ഒരു നഖത്തിൻ്റെ ഒരു ലോക്കറ്റുണ്ട്. ഭഗവാന്റെ ശരീരാംഗങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് കാണപ്പെട്ടു. ഭഗവാന്റെ ചുരുണ്ട മുടിയും എല്ലാം വളരെ ആകർഷകമായിരുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. അപ്പോൾ ഇവിടെ നാരദ മഹർഷി തുടരുന്നു, രാജാവേ, അന്നേരം യശോദാമ്മ പാല് കൊടുക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണന്. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉറക്കം വന്നു. അപ്പോഴത്തേക്ക് ഭഗവാൻ കോറ്റുവായിട്ടതാണ്. അപ്പോഴത്തേക്ക് ഭഗവാന്റെ വായുടെ ഉള്ളിൽ യശോദാമ്മ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും കാണുകയാണ്. ദേവന്മാരും എല്ലാവരും, ത്രിലോകങ്ങളെല്ലാം ഭഗവാന്റെ ഉള്ളിൽ കാണുകയാണ്. ഇത് കണ്ടിട്ട് യശോദാമ്മ ആകെ പേടിച്ചു. യശോദാമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. ഉടൻ തന്നെ ഭഗവാന്റെ യോഗമായ ശക്തിയുടെ പ്രഭാവത്താൽ യശോദാമ്മയുടെ ആ ഓർമ്മകളൊക്കെ മറഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും യശോദാമ്മയുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ആ പ്രേമഭക്തി, ആ ഒരു അമ്മ എന്നുള്ള ആ ഒരു ഭക്തി വർദ്ധിച്ചു. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു, യശോദാമ്മയുടെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എന്ന് നാരദ മഹർഷി പറയുകയാണ്. കാരണം സാക്ഷാൽ ഭഗവാനെ തന്നെ കുഞ്ഞായിട്ട് കിട്ടുകയാണല്ലോ. അപ്പോൾ ഉടനെ ബഹുലാശ്വ രാജാവ് ചോദിക്കുകയാണ്, നന്ദമഹാരാജും യശോദാമ്മയും ഭഗവാനെ മകനായിട്ട് കിട്ടാൻ എന്ത് തപസ്യയാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നാരദ മഹർഷി പറയുന്നു, നന്ദമഹാരാജ് അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ദേവന്മാരുടെ ഒരു പ്രദേശം ഭരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടിയെ ലഭിക്കാനായിട്ട് ഭാര്യ ധരയുമായിട്ട്
മന്ദരപർവ്വത്തിൻ്റെ മുകളിൽ തപസ് ചെയ്യാനായിട്ട് പോയി. ആദ്യം അവർ ഫലമൂലാദികൾ മാത്രം കഴിച്ചു. അതിനുശേഷം പിന്നെ ഇലകൾ മാത്രം കഴിച്ചു. അതിനുശേഷം വെള്ളം മാത്രം കുടിച്ചു. എന്നിട്ട് വിജനമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവർ ജലപാനം പോലും ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഇവിടെ പറയുന്നു, $150 കോടി വർഷം. എന്തുമല്ലേ, 150 കോടി വർഷം അവർ തപസ് ചെയ്തു. അവരുടെ ആ തപസ്സിൽ ബ്രഹ്മദേവൻ സന്തുഷ്ടനായിട്ട് പറഞ്ഞു, എന്ത് വരവാണ് വേണ്ടുന്നതെന്ന്. അപ്പോഴേക്കും ഇവരുടെ ശരീരമൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. പുറ്റ് എല്ലാം വളർന്ന് മണ്ണ് കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു ഇവരെല്ലാവരും. അന്നേരം ബ്രഹ്മദേവൻ വന്നപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ട് ധരയും ഇദ്ദേഹവും ദ്രോണൻ എന്നായിരുന്നു പേര്, ബ്രഹ്മദേവൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. ദ്രോണൻ പറഞ്ഞു, ബ്രഹ്മദേവ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മുടെ മകനാകണം. നമുക്ക് ഭഗവാനോട് ആ ഒരു പ്രേമഭക്തി, മകൻ എന്നുള്ള ആ ഒരു പ്രേമഭക്തി അത് നമ്മുടെ ഉള്ളിൽ ജാഗ്രതമാക്കണം. ഭഗവാനോടുള്ള ആ പ്രേമഭക്തി കാരണം ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും. ഇത്തരം നമ്മൾ വേറൊരു ആഗ്രഹവും ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഇത് മാത്രമേ ഉള്ള ആഗ്രഹം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ ഈ ചോദിച്ച വരം എനിക്ക് പോലും ലഭിക്കത്തില്ല, പക്ഷെ എന്നാലും അടുത്തൊരു ജന്മത്തിൽ നിങ്ങളുടെ ഈ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും എന്നൊരു അനുഗ്രഹം കിട്ടി. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, അതേ ദ്രോണനാണ് നന്ദമഹാരാജായിട്ട് അവതരിച്ചതും ധരയാണ് യശോദ അമ്മയായിട്ടും അവതരിച്ചിരിക്കുന്നത്, ബ്രഹ്മദേവൻ്റെ വാക്കുകളെ പൂർത്തീകരിക്കാൻ വേണ്ടി. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ സ്വന്തം അച്ഛനായ വസുദേവരെയും ദേവകിയുടെ കാരാഗ്രഹത്തിൽ നിന്നും ബ്രജത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രജത്തിലുള്ള നന്ദമഹാരാജനും യശോദ അമ്മയ്ക്കും ആ ഒരു സൗഭാഗ്യം ലഭിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഒരു ചരിതം ഞാൻ കേട്ടത് ഗന്ധമാദന പർവ്വതത്തിൻ്റെ മുകളിൽ സാക്ഷാൽ നരനാരായണ ഋഷിയിൽ നിന്നാണ്. ആ നാരായണ ഋഷി തന്നെയാണ്, നാരായണ ഋഷി സാക്ഷാൽ ഭഗവാനാണ്. അന്നേരം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. ആ നരനാരായണ ഋഷിയുടെ കാരണത്താലാണ് ഞാൻ ഈ ചരിതം പറഞ്ഞത്. വേറെ എന്താണ് അങ്ങേക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുലാശ്വ രാജാവ് പറഞ്ഞു, ഭഗവാന്റെ കുട്ടിക്കാലത്തെ ലീലകൾ കേൾക്കാൻ വളരെ ആനന്ദകരമാണ്. അന്നേരം വേറെ എന്തൊക്കെ ലീലകളാണ് ഭഗവാൻ ബലരാമസ്വാമിയായിട്ട് ചെയ്തത് എന്ന് ചോദിക്കാൻ, അതെല്ലാം അങ്ങ് പറയാൻ പറഞ്ഞു. അന്നേരം നാരദ മഹർഷി പറയുന്നു, വസുദേവര് തന്നെ പറഞ്ഞയച്ചിട്ട് ഗർഗമുനി ഒരിക്കൽ നന്ദമഹാരാജൻ്റെ ഭവനത്തിൽ വരികയാണ്. അന്നേരം ആചാരപ്രകാരം നന്ദമഹാരാജ് ഗർഗമുനിയെ ആരാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാല് കഴുകി, എന്നിട്ട് അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു, എന്നിട്ട് പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. നന്ദമഹാരാജ് പറഞ്ഞു, ഇന്ന് നമ്മുടെ പൂർവികരെല്ലാവരും ധന്യരായി, ദേവന്മാർ ധന്യരായി, ദേവന്മാർക്ക് എല്ലാ അനുഗ്രഹം, ദേവന്മാർ നമ്മൾ സംപ്രീതനായി, അഗ്നിദേവന് സംപ്രീതനായി, കാരണം അങ്ങയുടെ തൃപ്പാദം നമ്മുടെ ഭവനത്തിൽ വന്നല്ലോ. ബ്രഹ്മഋഷി, അങ്ങ് നമ്മുടെ മക്കളുടെ 2 ആൺകുട്ടികളുടെയും പേരിടിയിൽ ചടങ്ങ് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ പറയുന്നു, നന്ദമഹാരാജ് പറയുകയാണ്, എത്രയോ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചാലും അങ്ങ് നമ്മുടെ ഭവനത്തിൽ വരുന്ന
അത്രത്തോളം സുകൃതി നമുക്ക് വേറെ തീർത്ഥസ്ഥല സന്ദർശനത്തിലൂടെ പോലും ലഭിക്കത്തില്ല എന്ന് പറയും. അതായത് ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാന്റെ ഭക്തർ നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ ഭഗവാനല്ലാതെ വേറൊരു കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ഭക്തർ നമ്മുടെ വീട്ടിൽ വരുന്നത് നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ്. കോടാനുകൂടി തീർത്ഥസ്ഥലങ്ങളിൽ പോയാൽ പോലും നമുക്ക് അത്രയും ഭാഗ്യം ചിലപ്പോൾ ലഭിക്കത്തില്ല. എന്നിട്ടിവിടെ ഗർഗമുനി പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ മകൻ്റെ പേരിടൽ ചടങ്ങ് നടത്താം. അദ്ദേഹം ഇതിനു മുമ്പേ ആരായിരുന്നു എന്ന് പറയാം. പക്ഷെ നന്ദ മഹാരാജ് ഇതൊരു ആരും അറിയാതെ ഒരു രഹസ്യമായിട്ടാണ് നമുക്കിത് നടത്തേണ്ടത്. അങ്ങനെ ഗർഗമുനിയും നന്ദമഹാരാജും യശോദ അമ്മയും 2 കുട്ടികളുമായിട്ട് ഗോശാലയിൽ പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പേരിടൽ ചടങ്ങ് നടത്തുന്നത്. കാരണം ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് രഹസ്യമായിട്ട്. കാരണം കംസൻ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ദേവന്മാരെ എല്ലാവരെയും പൂജിച്ച് വിഘ്നേശ്വരനെ പൂജിച്ചിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് നവഗ്രഹങ്ങളെല്ലാം ആരാധിച്ചിട്ട് ഗർഗമുനി നന്ദമഹാരാജനോട് ഇങ്ങനെ പറഞ്ഞു, രോഹിണിയുടെ പുത്രൻ്റെ പേര് അങ്ങ് കേൾക്കൂ. യോഗികൾക്ക് ഒരുപാട് ആനന്ദം നൽകുന്ന ആളാണ് ഈ രോഹിണിയുടെ പുത്രൻ, രോഹിണി ദേവിയുടെ പുത്രൻ. അതുകൂടാതെ എപ്പോഴും ആധ്യാത്മിക ആനന്ദത്തിൽ മുങ്ങിയിരിക്കുന്ന ആളാണ് ഈ കുട്ടി, അതീന്ദ്രിയ ആനന്ദത്തിൽ. അന്നേരം യോഗികൾക്ക് ആനന്ദം നൽകുന്നു, അതുകൂടാതെ സ്വയം ആധ്യാത്മിക ആനന്ദത്തിൽ മുങ്ങിയിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭക്തർക്കും എപ്പോഴും ആനന്ദം നൽകുന്നു. അതുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ പേര് രാമ എന്നായിരിക്കും. ഇത് കൂടാതെ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതുകൊണ്ട് സംഘർഷണൻ എന്നൊരു പേരും കൂടെ ഈ കുട്ടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിലാകുമ്പോൾ ഈ ഒരു കുട്ടി മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പേര് ശേഷൻ എന്നായിരിക്കും. പിന്നെ അസാമാന്യ ബലമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ കുട്ടി. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ബല എന്നൊരു പേരും കാണും. ഇനി അങ്ങയുടെ മകൻ്റെ പേര് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ, ബലരാമസ്വാമിയുടെ പേര്. അന്നേരം ഗർഗമുനി ഈ ഒരു കുട്ടിയുടെ, അതായത് ഭഗവാന്റെ പേരിടയിലാണ് ഇനി. അന്നേരം പറയും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ. അപ്പം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ പേര്, ഈ കുട്ടിയുടെ പേര് എല്ലാ ജീവജാലങ്ങളെയും പരിശുദ്ധീകരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേരാണ്. ഈ കുട്ടിയുടെ ആദ്യത്തെ അക്ഷരം ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലാകാന്തൻ, അതായത് ലക്ഷ്മിയുടെ പതി എന്നാണ്. ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ, എപ്പോഴും ആനന്ദിക്കുന്നവൻ. അന്നേരം ക എന്ന് പറഞ്ഞാൽ കമലാകാന്തൻ, ര എന്ന് പറഞ്ഞാൽ രാമ, ആനന്ദിക്കുന്നവൻ. പിന്നെ ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ് ഗുണപതി, 6 തരത്തിലുള്ള ഐശ്വര്യങ്ങൾ പരിപൂർണമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? അറിവ്, പിന്നെ സമ്പത്ത്, യശസ്, ശക്തി, സൗന്ദര്യം, വിരക്തി. അതായത് ഈ 6 ഐശ്വര്യങ്ങളും പരിപൂർണമായിട്ടുണ്ടായതുകൊണ്ട് ഷഡ്ഗുണപതി ആണ്. കൃഷ് അതാണ്. ക എന്ന് പറയുന്നത് കമലാകാന്തൻ, അതായത് ലക്ഷ്മിപതി. ര എന്ന് പറയുന്നത് രാമൻ, അതായത് ആനന്ദിക്കുന്നവൻ, എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവൻ. ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ്ഗുണപതി. അതുകൂടാതെ ശ്വേതദ്വീപ നിവാസി, അതായത് ഇദ്ദേഹം തന്നെയാണ് ശ്വേതദ്വീപിൽ വസിക്കുന്നത്. അതായത് ആരാ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട്, പരമാത്മാവായിട്ട്
അതും കൂടെയാണ് ഷ എന്നതിൻ്റെ അർത്ഥം. ശ്വേതദീപ അന്നേരം കൃഷ്. ഇനി ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹം. അദ്ദേഹം നരസിംഹം കൂടിയാണ്. അതാണ് ന എന്നുദ്ദേശിക്കുന്നത്. കൃഷ്ണ എന്ന് പറയുന്നത് അന്നേരം എല്ലാ ആപത്തുകളെ അകറ്റുന്നവൻ, ഭക്തരുടെ സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം നരസിംഹവും കൂടാണ്. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരൻ, ഒരിക്കലും നാശമില്ലാത്തവൻ. അഗ്നിബുക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ യജ്ഞ ഹോമാദികളുടെയും ശ്രോതസ് അല്ലെങ്കിൽ ഭോക്താവ്. എല്ലാം ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അദ്ദേഹം. അതാണ് കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം. ക എന്ന് പറഞ്ഞാൽ കമലാകാന്തൻ, ര എന്ന് പറഞ്ഞാൽ രാമ, ആനന്ദിക്കുന്നവൻ. ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ്ഗുണസമ്പത്തി, ഷഡ്ഗുണപതി. അന്നേരം എല്ലാവിധ ഷഡ് ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള വ്യക്തി. അതുകൂടാതെ ശ്വേതദീപവാസി. അതുകൂടാതെ ന എന്നുദ്ദേശിക്കുന്നത് നരസിംഹം എന്നാണ്. അതുകൂടാതെ ആ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം, ഭഗവാന്റെ പേര് കൃഷ്ണ എന്നല്ല, കൃഷ്ണ എന്ന് തന്നെയാണ്. പേരിട്ടപ്പോഴേ ആ ഉണ്ട്, കൃഷ്ണ എന്നല്ല, കൃഷ്ണ എന്ന് തന്നെയാണ് പേര്. അവർ ആയ്ക്കും അർത്ഥമുണ്ട്. കാരണം അക്ഷരൻ, ഒരിക്കലും നാശമില്ലാത്തവൻ. അഗ്നിബുക്ക്, എല്ലാ യജ്ഞഹോമാദികളും ആർക്ക് വേണ്ടിയാണോ നടത്തുന്നത് ആ ഭഗവാൻ, പരമാത്മാവ്, ഇത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും നാഥൻ. ഇത് കൂടാതെ ഒരു വിസർഗവും കൂടെ ഉണ്ട്. അതായത് അ അഹ എന്ന് പറയത്തില്ലേ, അതേപോലെ കൃഷ്ണ. അതായത് ആ ഹ എന്ന് പറയുന്നതിൽ നരനാരായണ ഋഷിയാണെന്ന് പറയുന്നു. അന്നേരം ക എന്ന് പറഞ്ഞാൽ കമലാകാന്തൻ, ര എന്ന് പറഞ്ഞാൽ രാമൻ, ഷ എന്ന് പറഞ്ഞാൽ ഷഡ് ഗുണപതി, ഷഡ് ഐശ്വര്യപതി, പിന്നെ ശ്വേതദീപവാസി, അതായത് പരമാത്മാവായിട്ട്. പിന്നെ ന എന്ന് പറഞ്ഞാൽ നരസിംഹ. അതുകൂടാതെ അ എന്ന് പറഞ്ഞാൽ അക്ഷര, ഹ എന്നത്. അന്നേരം ആ അനുസ്വാരം അല്ലെങ്കിൽ വിസർഗം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരനാരായണ ഋഷിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. അന്നേരം ഇതാണ് കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. അങ്ങനെ ഗർഗമുനി പറഞ്ഞു ഈ കുട്ടിയുടെ പേര് കൃഷ്ണ എന്നായിരിക്കും പേരെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടി ഇതിനു മുമ്പേ ഓരോ യുഗങ്ങളിലും പല പല രൂപങ്ങൾ ധരിച്ചിട്ടുണ്ട്. പല പല നിറത്തിൽ, വെളുത്തതും ചുവപ്പും മഞ്ഞ രൂപങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ, കലിയുഗത്തിൻ്റെ പ്രാരംഭത്തിൽ കറുത്ത നിറത്തിലും വരും. അതുകൊണ്ടും കൃഷ്ണ എന്നുള്ളൊരു പേരുണ്ട്. അതുകൂടാതെ വാസുദേവൻ എന്നും പറയുന്നുണ്ട് ഒരു പേര്. കാരണം വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്. എന്നിട്ട് ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം എന്നൊരു അർത്ഥമുണ്ട്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളിലും ഹൃദയത്തിലും വസിക്കുന്നവൻ. അതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലും ഇന്ദ്രിയങ്ങളിലും വസിക്കുന്നവൻ, അത് വാസുദേവൻ. പിന്നെ രാധാപതിയാണ്. കീർത്തിതയുടെയും വൃഷഭാനുവിൻ്റെയും മകളായ രാധാദേവിയുടെ പതിയാണ്. അതുകൊണ്ട് രാധാപതി എന്നും ഈ കുട്ടി അറിയപ്പെടും. പിന്നെ ഇത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണ്, ഗോലോകനാഥനാണ് എന്ന് ഗർഗമുനി പറയുകയാണ്. അതേ കുട്ടി തന്നെയാണ് അങ്ങയുടെ കുട്ടിയായിട്ട് ഇപ്പോൾ
വന്നിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ഭഗവാനാണ് അങ്ങയുടെ കുഞ്ഞായിട്ട് വന്നിരിക്കുന്നത്. ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയും കംസനെ വധിക്കാനും അസംഖ്യം അസുരന്മാരെ തീർക്കാനും വേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ ഓരോരോ പ്രവൃത്തിക്കനുസരിച്ച്, ഓരോരോ ലീലകൾക്കനുസരിച്ച് ഒരുപാട് പേരുകൾ ഈ കുട്ടിക്കുണ്ട്. വേദങ്ങളിലും പല പല രഹസ്യ പേരുകളിലൂടെ ഈ കുട്ടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി കാണിക്കും. അതിലൊന്നും അത്ഭുതപ്പെടേണ്ട, കാരണം ഇത് ഭഗവാനാണ് എന്ന് ഗർഗമുനി പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യശാലിയാണ്. കാരണം ഇത് കൊച്ചു കുട്ടിയായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത് സാക്ഷാൽ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. സാക്ഷാൽ ഭഗവാനാണ് അങ്ങയുടെ വീട്ടിൽ വസിക്കുന്നത്. നാരദ മഹർഷി പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഗർഗമുനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നന്ദ മഹാരാജ് യശോദാമ്മയും അവർക്ക് ലഭിച്ച ആ സൗഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഗർഗമുനി നേരെ വൃഷഭാനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, വൃഷഭാനുവിൻ്റെ ഭവനത്തിലേക്ക്. യമുനാ തീരത്തുള്ള അവിടെ പോവുകയാണ്. ഗർഗമുനിയെ കണ്ട ഉടൻ തന്നെ വൃഷഭാനു നമസ്കരിച്ചു, വേണ്ട ആദരവൊക്കെ നൽകി. എന്നിട്ട് ഗർഗമുനിയെ പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് വീണ്ടും നമസ്കരിച്ചു, അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. വൃഷഭാനു മഹാരാജ് പറഞ്ഞു, നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥരുടെ വീട്ടിൽ അങ്ങ് വരുന്നത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങാണ് നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരത്തേക്ക് അകറ്റുന്നത് എന്നൊക്കെ വൃഷഭാനു മഹാരാജ് പറയുകയാണ്. അങ്ങേപ്പോലുള്ള ഭക്തരെ കാണുന്നതിലൂടെ നമ്മൾ തീർത്ഥസ്ഥലത്തിൽ പോകുന്ന ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങേപ്പോലുള്ള ഭക്തർ തീർത്ഥസ്ഥലങ്ങളെ പോലും പവിത്രീകരിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വൃഷഭാനു മഹാരാജ് പറയുകയാണ്, എനിക്കൊരു മകളുണ്ട്. മകൾക്ക് രാധിക എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ശുഭചിഹ്നങ്ങൾ ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിയെ ഞാൻ ആർക്കാണ് വിവാഹത്തിന് കൊടുക്കേണ്ടത്? അങ്ങനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങേക്ക് ത്രിലോകങ്ങളിൽ എവിടെയും സഞ്ചരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തിക്ക് തന്നെയായിരിക്കണം എൻ്റെ മകളെ കൊടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വൃഷഭാനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഗർഗമുനി പറഞ്ഞു. എന്നിട്ട് വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് പോവുകയാണ്. വേറെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത്. എന്നിട്ട് ഗർഗമുനി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗർഗമുനി പറഞ്ഞു, വൃഷഭാനു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമാണ്, ആരോടും പറയരുത്. അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാൻ കൃഷ്ണൻ, ഗോലോകനാഥൻ, ശ്രേഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാൻ, ആ ഭഗവാൻ കൃഷ്ണനാണ് അങ്ങയുടെ മകളായ രാധികയുടെ ഭർത്താവ്. അദ്ദേഹം ഇപ്പോൾ നന്ദമഹാരാജിൻ്റെ മകനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വൃഷഭാനു മഹാരാജ് പറഞ്ഞു, ഓ, എത്ര വലിയ ഭാഗ്യമാണ് നന്ദമഹാരാജിന് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് അങ്ങ് എന്നോട് ഇന്ന് വിശദമായിട്ട് പറയൂ, എന്തിനാണ് ഭഗവാൻ കൃഷ്ണ അവതരിച്ചിരിക്കുന്നത്? അപ്പോൾ ഗർഗമുനി പറഞ്ഞു, ഈ ഭൂഭാരത്തെ തീർക്കാനും കംസനെ പോലുള്ള ദുരാചാരികളെ കൊല്ലാനും ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഭഗവാൻ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇനി അങ്ങയുടെ മകളായ രാധിക വേറെ ആരുമല്ല, ഗോലോകത്തിലെ റാണിയാണ്. അതേ ഗോലോകത്തിലെ മഹാറാണിയാണ് അങ്ങയുടെ മകളായിട്ട് അവതരിച്ചിരിക്കുന്നത്. അങ്ങയുടെ മകളായിട്ട് മാത്രം ദേവിയെ കാണുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശക്തിയാണ് എന്ന് നാരദ മഹർഷി പറയാണ്. ഗർഗമുനി പറഞ്ഞു.
നാരദ മഹർഷി ഇവിടെ പറയുന്നു, ഇത് കേട്ട ഉടനെ ഒരുപാട് ആനന്ദം അനുഭവിച്ചു വൃഷഭാനു, ഒരുപാട് അത്ഭുതവും തോന്നി. ഉടൻ തന്നെ വൃഷഭാനു കലാവതി ദേവി വിളിച്ചു, അതായത് രാധാറാണിയുടെ അമ്മ. എന്നിട്ട് രണ്ടുപേരും കൂടെ ചിന്തിക്കാൻ തുടങ്ങി. ഗർഗമുനി പറഞ്ഞ കാര്യം ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ആ ഒരു ഉയർന്ന സ്ഥാനം മനസ്സിലാക്കി ഒരുപാട് ആനന്ദത്തോടു കൂടി വൃഷഭാനു മഹാരാജ് ധാരധാരയായിട്ട് കണ്ണീര് ഒഴുക്കാൻ തുടങ്ങി. എന്നിട്ട് ഗർഗമുനിയെടുത്ത് പറഞ്ഞു, വൃഷഭാനു മഹാരാജ് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ എന്തായാലും എൻ്റെ അതീവ സുന്ദരിയായ എൻ്റെ മകളെ ഭഗവാന് തന്നെ നൽകുന്നതായിരിക്കും. അങ്ങ് എനിക്കത് പറഞ്ഞു നൽകിയതിന് ഒരുപാട് നന്ദി. അങ്ങ് തന്നെ അവരുടെ വിവാഹ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞു. ഗർഗമുനി പറഞ്ഞു, ഞാനത് നടത്തത്തില്ല, ഇത് ഭാണ്ഡ്യർ വനത്തിൽ വെച്ച് യമുനാ തീരത്തിൽ നടക്കും എന്ന് പറഞ്ഞു. സാക്ഷാൽ ബ്രഹ്മദേവൻ വന്നിട്ടായിരിക്കും, ഒരു ആരും അറിയാതെ രഹസ്യമായിട്ടായിരിക്കും ഇവരുടെ വിവാഹം നടത്തുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രാധാദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ആധ്യാത്മിക സ്വരൂപത്തിൽ നിന്നും തന്നെ വരികയാണ്. ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് രാധാദേവിയുടെ. ഗോലോകത്തിലെ മഹാറാണിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ രത്നമാണ് ശ്രീമതി രാധാറാണി. നിങ്ങളെല്ലാവരും അതേ ഗോലോകത്തിൽ നിന്ന് വന്നവരാണ്. രാധാറാണിയുടെ ആഗ്രഹപ്രകാരം പശുക്കളും ഗോപികമാരും എല്ലാവരും ഗോലോകത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതേ രാധാറാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ദേവന്മാരും എത്രയെത്ര ജന്മങ്ങളായിട്ട് യജ്ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പോലും അവർക്ക് ഈ ഗോപന്മാരെയോ ഗോപികമാരെയോ ഈ കൊട്ടാരത്തെയോ കാണാൻ കഴിയില്ലെന്ന്. മനസ്സിലായില്ലേ? അതായത് ദേവന്മാർക്ക് വൃന്ദാവനത്തിലെ മറ്റ് പ്രദേശങ്ങളെല്ലാം കാണും, പക്ഷെ രാധാറാണി താമസിക്കുന്ന ആ കൊട്ടാരം, അവിടെ താമസിക്കുന്ന ഗോപന്മാരെയും ഗോപിമാരെയും ഒരിക്കലും കാണാൻ കഴിയില്ല. അവരതിനു വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുക, രാധാറാണിയുടെ കൊട്ടാരത്തെ ഒന്ന് കാണാൻ വേണ്ടി. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, നാരദ മഹർഷി വിവരിക്കുകയാണ് നടന്ന സംഭവം. ഇത് കേട്ടപ്പോൾ വൃഷഭാനു മഹാരാജിന് ഒരുപാട് സന്തോഷമായി. രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ആ ഒരു സ്ഥാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ വൃഷഭാനു മഹാരാജിന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഗർഗമുനി എടുത്ത് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, രാധ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ? അപ്പോൾ ഗർഗമുനി പറഞ്ഞു, നാരായണ ഋഷിയിൽ നിന്നും ഗന്ധമാദന പർവ്വത്തിൽ വെച്ച് ഞാനിത് കേട്ടിട്ടുണ്ട്. നാരായണ ഋഷി സാമവേദ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ രാധാറാണിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രമ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. അതും വെറും ലക്ഷ്മി ദേവിയല്ല, എല്ലാ ലക്ഷ്മി സ്വരൂപങ്ങളുടെയും സ്രോതസ്. എന്ന് പറഞ്ഞാൽ ആദി ഗോപിക, ആദ്യത്തെ ഗോപിക. എന്ന് പറഞ്ഞാൽ രമാദേവി, എന്ന് പറഞ്ഞാൽ ആദി ഗോപിക, എന്ന് പറഞ്ഞാൽ ധര, ഭൂമി ദേവി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ദേവി. ഈ ഭൂമി മാത്രമല്ല, ത്രിലോകങ്ങളെ മുഴുവൻ, ഇതിൻ്റെ മുഴുവൻ ആധാരം നമുക്ക് വേണമെങ്കിൽ ആദിപരാശക്തി എന്ന് പറയാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ രമാദേവി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദി ഗോപിക, എന്ന് പറഞ്ഞാൽ ധര, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ദേവി, എന്ന് പറഞ്ഞാൽ വിരജാ നദി. അന്നേരം രമാദേവി എന്ന് പറഞ്ഞാൽ എല്ലാ ലക്ഷ്മി സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ ആദിലക്ഷ്മി. എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ദേവി ഏത് രൂപത്തിലാണ്? ഒരു ഗോപികാ രൂപത്തിലാണ്. അന്നേരം അതുകൂടാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദിപരാശക്തിയാണ്. അതുകൂടാതെ നമ്മളെ
ആ ആധ്യാത്മിക ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന വിരജാ നദിയും രാധാറാണിയാണെന്ന് പറയുന്നത്. അതാണ് രാധ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നിട്ടിവിടെ പറയുന്നു, ഭഗവാന്റെ 4 ശക്തികൾ ഭഗവാന്റെ 4 ഭാര്യമാരാകുന്നുണ്ടെന്ന്. ഏതൊക്കെയാണ് ഭഗവാന്റെ 4 ശക്തികൾ? ലീലാശക്തി, ഭൂശക്തി, ശ്രീശക്തി, വിരജാശക്തി. ഭഗവാന്റെ പ്രധാനപ്പെട്ട 4 ശക്തികളാണ്. ഭഗവാന്റെ ഭാര്യയാണ് ഈ 4 ശക്തികളും: ലീല, ഭൂ, ശ്രീ, വിരജ. ഈ 4 ശക്തികളുടെയും സ്രോതസ് രാധാറാണിയാണ്. രാധാറാണി തന്നെയാണ് ലീലാശക്തി, രാധാറാണി തന്നെയാണ് ഭൂശക്തി, രാധാറാണി തന്നെയാണ് ശ്രീശക്തി, രാധാറാണി തന്നെയാണ് വിരജാശക്തി. അന്നേരം എന്താണ് ഈ ലീലാശക്തി? അന്നേരം ആ ഭഗവാന്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ ലീല എന്ന് പറയുന്നില്ലേ, അന്നേരം അതെല്ലാം നടക്കുന്നത് ആ ശക്തിയുടെ, ആ ദേവിയിലൂടെയാണ്. ലീലാശക്തി. ഇനി ഭൂശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഭൂമി, അതായത് നമ്മുടെ ഈ ഭൂലോകം മാത്രമല്ല, എവിടെയും നമുക്ക് താമസിക്കാൻ ഒരു ലോകം വേണ്ടേ, അന്നേരം അത് വൈകുണ്ഠത്തിലാണ് ഇതെല്ലാം ഭൂശക്തി എന്ന് പറയും. അതെല്ലാം രാധാറാണിയാണ്. പിന്നെ ശ്രീശക്തി, ഐശ്വര്യം, സമ്പദ് സമൃദ്ധി. പിന്നെ വിരജാനദി. അന്നേരം വിരജാനദിയാണ് ഈ നമ്മുടെ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ബോർഡർ. അതും രാധാറാണിയാണ്. അന്നേരം ഇവിടെ പറയുന്നു, നമ്മൾ ഭഗവാൻ കൃഷ്ണനെ പരിപൂർണതമ രൂപം എന്ന് പറയുന്നില്ലേ, അതേപോലെ ശ്രീമതി രാധാറാണി പരിപൂർണതമ രൂപമാണ് എല്ലാവിധ ശക്തികളുടെയും. സംപ്രളിനശ്ചഥാ സർവ രാധായാം കുഞ്ചമന്ദിരേ പരിപൂർണതമം രാധം തസ്മാത് ആഹുർ മനീഷിന. അന്നേരം പറയുന്നു, രാധാറാണി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ദേവി സ്വരൂപങ്ങളുടെയും ഉദ്ഭവമാണ്, ആധാരമാണെന്ന് പറയുന്നു. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ആരാണോ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും നാമം ജപിക്കുന്നത്, അവർ നേരിട്ട് ഭഗവാന്റെയും രാധാറാണിയുടെയും സേവനത്തിൽ ഏർപ്പെടുന്നു. നമ്മളേത് നാമം ജപിക്കുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അതിൽ ഹരേ എന്ന് പറയുന്ന രാധാറാണിയും കൃഷ്ണ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ, രാമ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അവരാരാണോ ഭഗവാന്റെയും രാധാറാണിയുടെയും നാമം ജപിക്കുന്നത്, അവർ തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനത്തിൽ നേരിട്ട് ഏർപ്പെടാനുള്ള ഒരു പരമ സൗഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന്. അവർക്ക് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. അവർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ ശ്രീമതി രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഈ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലായപ്പോൾ വൃഷഭാനുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കീർത്തിത ദേവി അല്ലെങ്കിൽ കലാവതി ദേവി ഒരുപാട് സന്തോഷത്തിലായി. അതിനുശേഷം വൃഷഭാനു മഹാരാജാവ് ഗർഗമുനിയെ ആരാധിച്ചു, പൂജിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ അധ്യായം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് യശോദാമ്മയ്ക്ക് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും കാണിച്ചു കൊടുത്തത് വായിൽ, അല്ലേ? അത് നമ്മൾ പഠിച്ചു. പൊതുവേ ഭഗവാൻ മണ്ണ് തിന്നുന്ന സമയത്താണ് വിശ്വരൂപം കാണിക്കുന്നതെന്ന് നമ്മൾ കേട്ടിരിക്കുന്നു. അത് കൂടാതെ അതിന് മുമ്പേയും ഒരിക്കൽ യശോദാമ്മ മടിയിലിരുത്തി ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ഭഗവാനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാലും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ കളിപ്പിച്ച് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഭഗവാൻ കോട്ടുവായിട്ടപ്പം വായിക്കാത്ത എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും കാണുക. ഹരേ കൃഷ്ണ. അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഗർഗമുനി ഭഗവാന് പേരിടാനായിട്ട് വരികയാണ്. കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. രാമ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു, അല്ലേ? പിന്നെ അത് കൂടാതെ രാധാറാണിയുടെ പേരിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചു.
ഇനി കൂടുതൽ അടുത്ത ഭഗവാന്റെ ലീലകൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ പഠിക്കാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.